ഹലോ. ഹലോ, പറയൂ. അറിയോ ആരാണ്? ചിറക്കിഴം സ്കൂൾ ലക്ഷ്യമാണോ? അതെ, ആരാണ്? ഞാൻ UP സ്കൂളിന്റെ ലിസ്റ്റിലുള്ള ഒരു കാൻഡിഡേറ്റാ വിളിക്കുന്നത്. ഞാൻ സ്കൂളിന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതാണ് ഈ നമ്പറിൽ വിളിച്ചത്. ആരുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല? സ്കൂളിലെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്കൂളിലെ നമ്പർ കേടായി കിടക്കുകയാണ്. എന്താ കാര്യം? ഞാൻ വിളിച്ചത് സ്കൂളിൽ വല്ല UP സ്കൂളിലെ സ്റ്റുഡൻസ് PSCയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. UP സ്കൂളിലെ വേക്കൻസി PSCയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ശരി. സ്കൂളിൽ വല്ല UP സ്കൂളിന്റെ വേക്കൻസി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 3 പോസ്റ്റേ ഉള്ളൂ ഈ സ്കൂളിൽ. 3 ക്ലാസ്സോളം. 3 പോസ്റ്റാണ് ഇവിടെ ഉള്ളത്. അത് 3ലും ആളുണ്ട്. ആണല്ലേ. സ്റ്റുഡൻസ് മറ്റേ അടുത്ത വർഷം ഡിവിഷൻ ഇൻക്രീസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അടുത്ത വർഷത്തേക്ക് ഡിവിഷൻ ഇൻക്രീസ് ചെയ്യാൻ അങ്ങനെ വല്ല ചാൻസ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത് PSC കിട്ടിയ ആളാണോ? PSC നിയമനം കിട്ടിയ ആളാണോ? ഇല്ല, നിയമനം കിട്ടിയില്ല. ഞാനിപ്പോ ലിസ്റ്റിലുണ്ട്. അപ്പൊ അടുത്തത് ഞങ്ങൾക്കാണ് വരുന്നത്. അപ്പൊ സ്കൂളുകളിലുള്ള വേക്കൻസി കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. എവിടെയാണ് വീട്? എവിടെയാണ്? എന്താ? എവിടെ വീട്? ഇയാളുടെ വീട് എവിടെയാ? എന്റെ വീട് പള്ളിക്കരയാണ്. പള്ളിക്കര. കല്യാണം കഴിഞ്ഞാണോ? അതെ അതെ. ഞങ്ങൾ കോമൺ ആയിട്ട് 4 പേര് ഡിവൈഡ് ചെയ്ത് എല്ലാ സ്കൂളും എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ 1-2 ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം തരൂ എനിക്ക്. പിള്ളേർ എത്രയുണ്ട്? 2 പേര്. അവരെവിടെയാ പഠിക്കുന്നത്? അവര് എവിടെയാണ് പഠിക്കുന്നത്? തൊട്ടടുത്ത സ്കൂളാണ്. ഏത് സ്കൂള്? ICT. അത് പൊതുവിദ്യാലയം അല്ലല്ലോ, CBSE അല്ലേ? CBSE അല്ല, സ്റ്റേറ്റാ. സ്റ്റേറ്റാ? ICT പബ്ലിക് സ്കൂൾ. സ്റ്റേറ്റ് സിലബസാ. എന്ത് സ്കൂള്? എവിടെയാ അത്? പള്ളിക്കര പെരിങ്ങാലെന്ന് പറയും. പെരിങ്ങാല എനിക്കറിയാവുന്ന സ്ഥലമാണ്. അവിടെ പബ്ലിക് സ്കൂൾ, ICT പബ്ലിക് സ്കൂൾ. ICT പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു CBSE സാധനമല്ലേ? ഒരു പൊതുവിദ്യാലയം അല്ലല്ലോ. അല്ലല്ല, സ്റ്റേറ്റ് സിലബസ് ആണ്. ഞാൻ ചോദിക്കണത്, ആയിക്കോട്ടെ, ഞാൻ ചോദിക്കണത്, ഞാൻ വഴക്ക് വിചാരിച്ച് ചോദിക്കാനല്ല. നമ്മള് ഒരു സ്ഥലത്ത് ജോലി കയറണമെന്ന് ആഗ്രഹിക്കുന്ന അവിടെ ഡിവിഷൻ കൂടണമെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിള്ളേരെ ഈ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ CBSEയിലോ ICSEയിലോ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് അടുത്തുള്ള പിള്ളേർ കൂടുമോ, പാവപ്പെട്ട പിള്ളേർ വന്ന് പഠിക്കോ? ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ അല്ല, പാവപ്പെട്ട പിള്ളേര് ഗവൺമെന്റ് സ്കൂളിൽ ഒന്ന് പഠിക്കുമെന്ന് അന്വേഷിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റോ എയ്ഡഡോ സ്കൂളോ അല്ലാതെ. ഗവൺമെന്റ് സ്കൂളോ എയ്ഡഡ് സ്കൂളോ അല്ല, ഉറപ്പല്ലേ? അല്ല. പിന്നെ ഈ ചോദ്യത്തിന് എന്താണ് ഒരു മനസാക്ഷിനോട് മറുപടി പറയാനുള്ളത്? എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരണം. അടുത്ത വർഷം ഡിവിഷൻ കൂടുമോ എന്ന് ചോദിച്ചു. അതിനൊരു മറുപടിയിലേക്ക് ഞാൻ വന്നതാണ് ഈ കണ്ടത്. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിലെ ആളാകാൻ പോണ ആളാണ്, എയ്ഡഡ് സ്കൂളല്ല. നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കൊച്ചുങ്ങളെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ അവിടെ വേക്കൻസി അടുത്ത വർഷം പിള്ളേര്, പാവപ്പെട്ട ദരിദ്രരായ പിള്ളേര് വന്ന് കൂടിയിട്ട് ഡിവിഷൻ കൂടുമോന്ന്. അത് ശരിയാണോ? കുഞ്ഞ് ജോലിക്ക് വന്ന ആളല്ലേ? അപ്പൊ കുഞ്ഞിന്റെ കുട്ടികളെ ആദ്യം കൊണ്ട് ഒരു പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കും. എയ്ഡഡ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ. എന്നിട്ട് ചങ്കുറപ്പോടെ പറ, എന്റെ അടുത്ത് വിളിച്ചു പറ, എന്റെ കൊച്ചിനെ ഞാൻ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നു, എനിക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ പറഞ്ഞു സാറേ. ഞാൻ ഈ എറണാകുളം ജില്ലയിലെ മിക്കവാറും സ്കൂളുകളിൽ പോണ ആളാണ്. എനിക്ക് സ്കൂളുകളുടെ സ്റ്റാറ്റസും സ്കൂളുകളുടെ നിലയും ഡിവിഷൻ കൂടാനുള്ള സാധ്യതയൊക്കെ അറിയാവുന്ന ഒരാളാണ്. കൊച്ചിന് മനസ്സിലായ ഞാൻ പറഞ്ഞത്? വഴക്ക് വന്നരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടായില്ലേ? പറ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അല്ല, ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടോ? തെറ്റില്ല. അപ്പൊ ആദ്യം നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ എന്താണ് PSC റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പുകൾ, അതില് ഇങ്ങനെ നടക്കുമ്പോ നമ്മുടെ കുട്ടികൾ ആദ്യം പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം വേണം.
എന്നിട്ടേ നമുക്ക് പോയി സ്കൂളിൽ പോയിട്ട് അവിടെ പിള്ളേർ കൂടുമെന്ന് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ കൊച്ചിന്? ഓക്കെ ഓക്കെ. ആ, കൊച്ചി ആദ്യം ഇത് ചെയ്തിട്ട് 24 മണിക്കൂർ എന്നെ വിളിച്ചോ. കൊച്ചിന്റെ കാര്യം, കൊച്ചിന് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് ഞാൻ മേടിച്ചുതരാം. പക്ഷെ ഈ ഒരു കാര്യമുണ്ട്, കൊച്ചിനെ കൊണ്ട് CBSE കൊണ്ട് പഠിപ്പിച്ചിട്ട് എന്റെ കൊച്ചി അവിടെ അടുത്തെല്ലാം പാവപ്പെട്ട ദരിദ്രരുടെ പിള്ളേർ വന്ന് കൂടിയിട്ട് ഡിവിഷൻ കൂടുമെന്ന് അന്വേഷിക്കുന്നത് മാവാക്കാൻ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊരു നല്ല സ്വഭാവമല്ല. മനസ്സിലായോ പറഞ്ഞത്? ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്.